19 സീറ്റ് 2020 നൽകുന്നതിലെ രാഷ്ട്രീയം എന്താണ്? അതായത് കിഴക്കമ്പലം പോലെ എറണാകുളത്തെ ചില മേഖലകളിൽ മാത്രം, ചില മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള 2020ക്ക് ഏതൊക്കെ സീറ്റുകൾ നൽകി എന്നുള്ളത് അത്ഭുതകരമാണ്. പെരുമ്പാവൂരടക്കം UDF ജയിക്കാനിടയുള്ള സ്ഥലങ്ങൾ 2020ക്ക് കൊടുക്കുന്നു. അവിടെ BJP വോട്ട് മറിക്കാനാണ് എന്ന് സംശയിക്കാവുന്നതാണ്. അപ്പോൾ BDJS മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പ്രതിഫലിക്കാറുള്ളതെന്ന് ശ്രദ്ധിക്കണം. BDJSനെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവിടുത്തെ BJP വോട്ടുകൾ സാധാരണഗതിയിൽ പൂർണ്ണമായിട്ട് BDJSന് പോകാറില്ല. ആ വോട്ടുകൾ മറിക്കുന്നു എന്നുള്ളതാണ് BDJSുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണം. ശബരിമല പ്രക്ഷോഭം നയിക്കുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം. ശബരിമല ഉൾക്കൊള്ളുന്ന റാന്നി മണ്ഡലം ഇത്തവണ BDJSനാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാരണം. ആറന്മുളയുമായി ബന്ധപ്പെട്ട് നേരത്തെ BDJSന് കൊടുത്തു. ആറന്മുളയിൽ അങ്ങനെ BDJSന് കൊടുത്തതിൽ വലിയ പരാതി ഉയർന്നു. അപ്പോഴെന്ത് ചെയ്തു? അത് കുമ്മനത്തിന് കൊടുത്തു. ആറന്മുള മാറി. തൃപ്പൂണിത്തുറ നോക്കൂ. തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ BJP നല്ല മുന്നേറ്റം കാഴ്ചവെച്ചു. നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നോക്കൂ, BJP ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ ആർക്കാ കൊടുത്തിരിക്കുന്നത്? 2020ക്ക്. BDJS ആകട്ടെ ഒരുപാട് സിനിമാ സീരിയൽ നടിമാരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവന്നു. അതിലൊരു നടിയാണ് അഞ്ജലി മേനോനാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പോകുന്നത്. ഇരിക്കൂറിൽ നോക്കൂ. ഇരിക്കൂറിലേക്ക് 2020 കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇരിക്കൂറിൽ 2020ക്ക് എന്താണ്? 2020 അവിടെ ഉണ്ടോ? ഇരിക്കൂറിൽ 2020ക്ക് കൊടുത്തത് അവിടുത്തെ BJP നേതൃത്വം പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കൊടുക്കുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ നോക്കൂ. കൊടുങ്ങല്ലൂർ BDJSൽ നിന്ന് കഴിഞ്ഞ തവണ BJP വാങ്ങുകയാണ് ചെയ്തത്. BDJS ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത്. ആ കൊടുങ്ങല്ലൂർ ഇത്തവണ തിരിച്ചു കൊടുത്തു. നഗരസഭാ ഭരണം ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണെന്ന് ഓർക്കണം. ഇത്തവണ ഇല്ല എങ്കിൽ കൂടി കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നമുക്കറിയാവുന്നതാണ്. ഗോപാലകൃഷ്ണൻ ഒരു പ്രചാരണത്തിനുള്ള ശ്രമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഗുരുവായൂരിലേക്ക് മാറ്റി. അവിടെ ഒരു ഈഴവ മണ്ഡലം കൂടിയാണ്. ഈഴവ വോട്ടുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ആളെ മാറ്റിയിരിക്കുന്നു. അപ്പം മറിയ ഉമ്മൻചാണ്ടിയുടെ മകളുടെ മുൻ ഭർത്താവ്, പേരെനിക്കറിയില്ല, അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ പെരുമ്പാവൂർ. പിന്നെ കാസർഗോഡ് നോക്കൂ. കാസർഗോഡ് ഷാനവാസ് പാത്തൂറിനെ എത്തിയിരിക്കുകയാണ്. നേരത്തെ മഞ്ചേശ്വരത്തും CPM BJP ഡീൽ പറഞ്ഞിരുന്നു. അവിടെ ഷാനവാസ് പാത്തൂർ മത്സരിക്കുമെന്നാണ് കേട്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ കാസർഗോഡേക്ക് മാറ്റുന്നു. അവിടെയും അതേ ആരോപണം ഉയരുന്നു എന്നുള്ളതാണ്. അവിടെയും സമാനമായി BJP രണ്ടാമതുള്ള സ്ഥലമാണ് കാസർഗോഡ്. അപ്പോൾ അവിടെയും അങ്ങനെ ഒരു ഡീൽ നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തദ്ദേശ ജയസാധ്യതയുള്ള ഇടത്ത് മാത്രം BJP, അതായത് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കൂ, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ജയിക്കാനുള്ള സ്ഥലങ്ങളിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കണ്ടതാണ്.